അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത്. യാതൊരു അത്ഭുതവുമില്ല, യാതൊരു അതിശയത്തിനും അവകാശമില്ല. അതുകൊണ്ട് വോട്ട് ചോരി എന്നൊക്കെ പറയും, ഇനിയും പറയാം. ഇലക്ട്രോണിക് യന്ത്രത്തിൽ കൃത്രിമം നടത്തിയിട്ടാണ് BJP ജയിച്ചതെന്ന് പറയാം, അല്ലെങ്കിൽ ജ്ഞാനേഷ് കുമാറിൻ്റെ കുതന്ത്രമാണെന്ന് പറയാം. പക്ഷെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ് ഇപ്പോഴും ആവർത്തിക്കുന്നു, ജ്ഞാനേഷ് കുമാർ അതിബുദ്ധിമാനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ നവംബർ 14 തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ വെച്ചത്. എന്തിനാണെന്നറിയാം? നവംബർ 14 കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്കും ഒരു ക്രഷിംഗ് ഡിഫീറ്റ്, വെറും ഡിഫീറ്റ് അല്ല, ഒരു ഭയാനകമായ പരാജയം, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പോലെ അതിഭയാനകമായ ഒരു പരാജയം ഏൽക്കുക എന്ന് പറഞ്ഞാൽ, നവംബർ 14 പ്രത്യേകത അറിയാമല്ലോ, ജവഹർലാൽ നെഹ്റുവിൻ്റെ ജയന്തിയാണ്. രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛൻ്റെ ജന്മദിനത്തിൽ പുള്ളിക്ക് നല്ല ഒന്നാം തരം ഒരു സമ്മാനമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുമ്പ് തന്നെ ജ്ഞാനേഷ് കുമാറിന് അറിയാം ഇതിൻ്റെ റിസൾട്ട് എന്താവുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. അത് രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ അറിയുന്ന ആർക്കും അറിയാം ബീഹാറിൽ എന്തുണ്ടാവും പെടുന്നത്. അതുകൊണ്ടുള്ള സർദേശായി പ്രവഹിച്ചത്, അതുകൊണ്ടുള്ള പ്രണയ് റോയി പ്രവഹിച്ചത്, അതുകൊണ്ടുള്ള യോഗേന്ദ്ര യാദവ് പ്രവഹിച്ചത്. അതിന് ഒരു അഭിപ്രായ സർവേ നടത്തണ്ട, അത് അറിഞ്ഞുകൊണ്ട് കറക്റ്റ് പണി കൊടുക്കാന്ന് പറഞ്ഞതാണ്. അത് കൃത്യമായിട്ട് പുള്ളി കൊടുത്തു. ജ്ഞാനേഷ് കുമാർ ചെറിയ പുള്ളിയല്ല, പുള്ളിയുടെ എറണാകുളത്ത് പണ്ട് കളക്ടറായിരുന്ന കാലത്ത് എനിക്കറിയാം. ഞാൻ ഹൈക്കോടതിയിലെ ഗവൺമെൻറ് പ്ലീഡറായി, അന്ന് പുള്ളി കളക്ടറായിട്ടില്ല, പിന്നീട് കളക്ടറായി വന്നപ്പോൾ അതിന് മുമ്പ് അറിയാം, വളരെ ബുദ്ധിമാനായിട്ടുള്ള വളരെ കാര്യശേഷിയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹം അറിഞ്ഞുകൊണ്ടൊരു പണി കൊടുത്തു. അത്രത്തോളം അദ്ദേഹത്തെ നമ്മൾ അംഗീകരിക്കണം, അഭിനന്ദിക്കണം. അത്രേ ഉള്ളൂ.